മിന്നൽ വേഗത്തിൽ പറക്കാൻ കഴിയുന്ന സൂപ്പർസോണിക് വിമാനം X-59 അവതരിപ്പിച്ച നാസയും ലോക്ഹീദും. അതെ, അമേരിക്കൻ എയ്റോസ്പേസ് കമ്പനിയായ ലോക്ഹീദ് മാർട്ടിനും യുഎസിന്റെ ബഹിരാകാശ സംഘടനയായ നാസയും ചേർന്ന് നിർമ്മിച്ച സൂപ്പർസോണിക് വിമാനമാണ് X-59. പരീക്ഷണ വിമാനമായ ഈ സൂപ്പർസോണിക് എയർക്രാഫ്റ്റിനെ കഴിഞ്ഞ ദിവസമാണ് നാസ ലോകത്തിനു മുൻപിൽ അവതരിപ്പിച്ചത്. വ്യോമമേഖലയിൽ നിർണായക ചുവടുവയ്പാണ് X-59 യാഥാർത്ഥ്യമായതെന്ന് നാസ വിലയിരുത്തുന്നു. ലോക്ഹീദ് മാർട്ടിന്റെ കാലിഫോർണിയയിലുള്ള ഫാക്ടറിയിലാണ് വിമാനം അവതരിപ്പിച്ചത്. ശബ്ദത്തേക്കാൾ 1.4 മടങ്ങ് വേഗത്തിൽ X-59 സഞ്ചരിക്കാൻ കഴിയും. മിന്നൽ വേഗത്തിൽ, അതായത് മണിക്കൂറിൽ 1488 കിലോമീറ്റർ പറക്കാൻ വിമാനത്തെ പ്രാപ്തമാക്കുന്ന വിധത്തിലാണ് ഇതിന്റെ രൂപവും ഭാവവും. നേരത്തെ ഇത്തരം സവിശേഷതകളോടെ നിർമ്മിച്ച എയർക്രാഫ്റ്റുകൾ വലിയ ശബ്ദ മലിനീകരണം സൃഷ്ടിച്ചിരുന്നു. എന്നാൽ നാസയുടെ X-59 ഇക്കാര്യത്തിൽ മികച്ചതാണ്. ഈ വർഷം അവസാനത്തോടു കൂടിയോ അടുത്ത വർഷം ആദ്യമോ ആകും വിമാനത്തിന്റെ പ്രഥമ പറക്കലെന്നാണ് റിപ്പോർട്ടുകൾ. X-59 ഒരു പൈലറ്റിനെ മാത്രമേ ആവശ്യമുള്ളൂ. 99.7 അടി നീളവും 29.5 അടി വീതിയുമുള്ള ഒറ്റ എഞ്ചിൻ വിമാനമാണിത്. 55,000 അടി ഉയരത്തിൽ പറക്കാൻ വിമാനത്തിന് കഴിയും. പരീക്ഷണ പറക്കൽ പൂർത്തിയായാൽ അമേരിക്കയിലെ തെരഞ്ഞെടുത്ത നഗരങ്ങളിലൂടെ വിമാനം പറത്താനാണ് നാസയുടെ തീരുമാനം. സൂപ്പർസോണിക് വിമാനയാത്രയെ വാണിജ്യ അടിസ്ഥാനത്തിൽ ഉപയോഗപ്രദമാക്കുകയാണ് ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം. നാസയുടെയും മുഴുവൻ X-59 ടീമിന്റെയും കഠിനാധ്വാനത്തിലൂടെയും വൈഭവത്തിലൂടെയും മാത്രം സാധ്യമായ ഒരു പ്രധാന നേട്ടമാണിതെന്ന് നാസ ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പാം മെൽറോയ് പറഞ്ഞു. വളരെ ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് ഒരാശയം യാഥാർത്ഥ്യമാക്കി. നമ്മൾ യാത്ര ചെയ്യുന്ന രീതിയിൽ X-59 മാറ്റങ്ങൾ കൊണ്ടുവരും, അദ്ദേഹം പറഞ്ഞു. വാണിജ്യാടിസ്ഥാനത്തിലുള്ള സൂപ്പർസോണിക് വിമാനയാത്ര സാധ്യമാക്കാൻ ലക്ഷ്യമിട്ടുള്ള ക്വസ്റ്റ് ദൗത്യത്തിന്റെ ഭാഗമായാണ് X-59 നിർമ്മിച്ചത്. സാധാരണ സൂപ്പർസോണിക് വിമാനങ്ങൾക്കുള്ളതുപോലെയുള്ള വലിയ ഹുങ്കാര ശബ്ദമില്ലാതെ ശബ്ദത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാനാകും വിധത്തിലാണ് X-59 വിമാനം ഒരുക്കിയിരിക്കുന്നത്. വലിയ ശബ്ദത്തെ തുടർന്ന് 1973 സൂപ്പർസോണിക് വിമാനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. ഈ നിരോധനം നീക്കുന്നതിനാവശ്യമായ വിധത്തിൽ സൂപ്പർസോണിക് വ്യോമയാന സാങ്കേതിക വിദ്യ ഒരുക്കാൻ പദ്ധതി ലക്ഷ്യമിടുന്നു. ശബ്ദത്തേക്കാൾ 1.4 ഇരട്ടി വേഗത്തിൽ X-59 സഞ്ചരിക്കാനാവും. വിമാനത്തിന്റെ ആകൃതിയും രൂപകൽപ്പനയും സാങ്കേതിക വിദ്യകളും വിമാനത്തെ സൂപ്പർസോണിക് വേഗം കൈവരിക്കാനും ഒപ്പം ശബ്ദം ഗണ്യമായി കുറയ്ക്കാനും സഹായിക്കും. X-59 അവതരിപ്പിക്കപ്പെട്ടതോടെ അതിന്റെ ആദ്യ പറക്കലിനുള്ള തയ്യാറെടുപ്പുകളാവും ഇനി. ഈ വർഷം അവസാനത്തോടെ വിമാനം ആദ്യമായി ടേക്ക് ഓഫ് ചെയ്യും. വിവിധ പരിശോധനകൾക്ക് ശേഷമാണ് ലോക്ഹീദ് മാർട്ടിൻ സൺവർക്സ് വിമാനം കാലിഫോർണിയയിലെ എഡ്വേഴ്സിലുള്ള നാസയുടെ ആംസ്ട്രോങ് ഫ്ലൈറ്റ് റിസർച്ച് സെന്ററിന് കൈമാറുക. ഇവിടെ നിന്നാവും വിമാനത്തിന്റെ പിന്നീടുള്ള പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുക. പരീക്ഷണ പറക്കലുകൾ പൂർത്തിയാകുന്നതിന് ശേഷം വിമാനം യുഎസിലെ മറ്റ് തിരഞ്ഞെടുത്ത നഗരങ്ങൾക്ക് മുകളിലൂടെ പറക്കും. X-59 വിമാനത്തിന്റെ ശബ്ദം എത്രത്തോളം ഉണ്ടെന്നും അതെങ്ങനെ നഗരങ്ങളിലെ ജനജീവിതത്തെ ബാധിക്കുമെന്നും വിലയിരുത്തും. ഈ വിവരങ്ങൾ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷനും അന്താരാഷ്ട്രത്തിലുള്ള അധികാരികൾക്കും കൈമാറും. പരീക്ഷണാടിസ്ഥാനത്തിൽ നിർമ്മിച്ച X-59 ശബ്ദമില്ലാത്ത സൂപ്പർസോണിക് വിമാന സാങ്കേതിക വിദ്യകളുടെ പരീക്ഷണമാണ് നടക്കുക. ഭാവിയിൽ നിർമ്മിക്കാൻ പോകുന്ന നിശബ്ദ സൂപ്പർസോണിക് വിമാനങ്ങളിൽ ഈ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാനാവും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.